തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി വീണ്ടും ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ശസ്ത്രക്രിയ മുടങ്ങിയവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു. യൂറോളജി മേധാവി ഉയർത്തിയ പ്രശ്നങ്ങൾ 4 അംഗ സമിതി അന്വേഷിക്കും. ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ചികിത്സ വേണ്ടത് ആരോഗ്യ മേഖലയ്ക്കോ? ന്യൂസ് 18 ക്യാമ്പയിൻ. യുവമുഖങ്ങളെ കളത്തിലിറക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പദ്ധതിയൊരുക്കി കോൺഗ്രസ്. സീറ്റ് തിരിച്ചുപിടിക്കാൻ യുവ നേതാക്കൾ കളത്തിലിറങ്ങും. തൃശൂരിൽ സന്ദീപ് വാര്യരും തിരുവമ്പാടിയിൽ VS ജോയിയും. തൃത്താലയിൽ വീണ്ടും VT ബൽറാം മത്സരത്തിന്. അബിൻ വർക്കിക്ക് ചെങ്ങന്നൂർ. തിരുവനന്തപുരത്ത് ശബരിനാഥൻ. കാഞ്ഞിരപ്പള്ളി പിടിക്കാൻ KSU നേതാവ് ആൻ സെബാസ്റ്റ്യനും. മണ്ഡലങ്ങളിൽ സജീവമാകാൻ നേതാക്കൾക്ക് AICCയുടെ നിർദ്ദേശം. രാജീവ് ചന്ദ്രശേഖറിനെതിരെ BJPയിൽ പടയൊരുക്കം. പാർട്ടിയിലെ അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താൻ V മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം. തർക്കത്തിനിടെ ഇന്ന് കോർ കമ്മിറ്റി യോഗം. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ശ്രമം. തൃശൂരിൽ അവിവാഹിത പങ്കാളികൾ കുഞ്ഞുങ്ങളെ കൊന്ന കേസിൽ നിറയെ ദുരൂഹതകൾ. വിശദമായ അന്വേഷണത്തിന് പോലീസ്. കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത കുഴികൾ ഇന്ന് തുറക്കും. തെളിവെടുപ്പ് പൂർത്തിയാക്കി. പ്രതികളായ അനീഷയെയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. റവാഡ ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവി. മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും കണ്ട് റവാഡ. ഷെയ്ഖ് ദർവേഷ് സാഹിബിന് വിടവാങ്ങൽ പരേഡ് നൽകി പോലീസ് സേന. ഇന്ന് ഈ ദിവസം വളരെ സന്തോഷത്തോടുകൂടി ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 35 വർഷത്തോളം സർവീസിന് ശേഷം ഇന്ന് ഞാൻ ഈ പദവിയിൽ നിന്നും വിരമിക്കുകയാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പേരുമാറ്റ നിർദ്ദേശത്തിനെതിരെ സിനിമാ സംഘടനകളുടെ സമരം. പ്രതിഷേധം സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ. താരങ്ങളും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും പങ്കെടുക്കും. പ്രദർശനാനുമതി വേഗത്തിലാക്കണമെന്ന നിർമ്മാതാക്കളുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നു.